രൂപയ്ക്ക് ഷൂ നൽകുമെന്ന വാഗ്ദാനത്തെ തുടർന്ന് കോഴിക്കോട് മാനാഞ്ചിറയിലെ ഷൂ കടയ്ക്ക് മുന്നിൽ സംഘർഷമുണ്ടായി. വാഗ്ദാനം കേട്ട് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് പേർ മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും ഇവർക്ക് ഷൂ കിട്ടിയില്ല. അങ്ങനെ ഷൂ കിട്ടാതെ വന്നതോടെ സംഘർഷത്തിലേക്ക് ഇത് എത്തുകയായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ ഒടുവിൽ പോലീസ് എത്തി. പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. കടയുടമകൾക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. നാല് ദിവസം മുൻപ് പ്രവർത്തനം ആരംഭിച്ച മാനാഞ്ചിറയിലെ സ്വകാര്യ ഷൂ കടയായ ട്രെൻഡ് ഫാക്ടറി 1 രൂപയ്ക്ക് ഷൂ വാഗ്ദാനം ചെയ്തതിന്റെ തിരക്കാണിത്. 1 രൂപ നോട്ടുമായി വരുന്ന ആദ്യത്തെ 100 പേർക്ക് ഷൂ എന്നായിരുന്നു വാഗ്ദാനം. പരസ്യം കണ്ട് മംഗലാപുരം മുതൽ തൃശൂർ വരെയുള്ള കുട്ടികളും മുതിർന്നവരുമെല്ലാം എത്തി. പുലർച്ചെ മുതൽ മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും ഷൂ കിട്ടിയില്ല. ഇതോടെ പ്രതിഷേധമായി. പോലീസും ജനങ്ങളും കംപ്ലീറ്റ് പ്രശ്നമായിട്ട് നിൽക്കുക. അപ്പോൾ എന്താ നോക്കിയപ്പോഴാണ് ഇവർ പരസ്യം പറഞ്ഞതിൻ്റെ എതിരായിട്ട് ടോക്കണൊക്കെ കൊടുത്തുപോയി. ഒരു മന്ത്രിയെ ഒരു MLA പോലെ ഒരു മറ്റേ സിനിമാ നടന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫാൻസേ ഉണ്ടാവുള്ളൂ. ഇത് ലോകത്തെ ജനങ്ങൾ, അതായത് ഞാൻ അന്വേഷിക്കുമ്പോൾ എറണാകുളം, തൃശ്ശൂർ എൻ്റെ എല്ലാ പ്രദേശത്തു നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഈ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലോ ഈ സ്ഥാപനത്തിൽ അത്ര പ്രൊട്ടക്ഷൻ പോലീസ് കൊടുത്തും ചെയ്ത്. മറ്റേത് സംഭവം ഉണ്ടായാലും ഇത്ര പോലീസ് ഉണ്ടാവോ? 30 രൂപ കൊടുത്ത് 1 രൂപ നോട്ട് സംഘടിപ്പിച്ചവർ, ആദ്യമെത്താൻ നേരത്തെ എത്തി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചവർ, മംഗലാപുരത്ത് നിന്നും ട്രെയിനിൽ വന്നവർ, വയനാടൻ ചുരമിറങ്ങി വന്നവർ, അങ്ങനെ ഓഫർ കേട്ട് ഓടിക്കൂടിയവർ നിരവധി. ഇവിടെ വന്നപ്പോൾ വലിയ ടോക്കൺ ഉണ്ടെന്ന് പറഞ്ഞു. അത് 4 മണിക്ക് ശേഷം ഒരു 100 ടോക്കൺ കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നീട് നമ്മളിവിടെ വന്നപ്പോൾ പോലെ പറഞ്ഞ് കുറച്ചുകൂടി കൂടി വെയിറ്റ് ചെയ്യണോ, എന്നിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് പിന്നെ ഒരു പറഞ്ഞു ഇനി ടോക്കൺ ഇല്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോളി എന്നാ പറഞ്ഞു. ഇവിടെ റൂം എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. 1500 രൂപ കൊടുത്തിട്ട് റൂം എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇവിടെ എത്തിയപ്പോഴത്തേനൊക്കെ ഒന്നും കിട്ടില്ല. അപ്പോഴത്തേന് പോലീസുകാർ വന്ന് ആക്കി ലാത്തി ചാർജ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ അടിച്ചോടിച്ചു. അങ്ങനെ കിട്ടിയാൽ നമ്മളെല്ലാ ഷോപ്പിലും പോയിട്ട് എന്ത് ചെയ്ത് ചോദിച്ച് ഉണ്ടോ ചോദിച്ച്. അപ്പോൾ ഓരറിഞ്ഞ് എന്നിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചെയ്ത് 30 റുപ്യ കൊടുത്തപ്പോൾ ഒരു നോട്ട് തന്നു. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വന്നു. കടയുടമകളെ കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ സ്വമേധയാ കേസെടുത്തതായും പോലീസ് പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.